ഹലോ, ഹെൽത്ത് ഈസ് വെൽത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. പണ്ടൊക്കെ പ്രായമുള്ളവർക്കാണ് ഹൃദയാഘാതം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ടല്ലേ. മിക്ക ചെറുപ്പക്കാരിലും ഹൃദയാഘാതം ഉണ്ട്. അപ്പോൾ പ്രായഭേദമന്യേ ഇന്നിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് വരണമെങ്കിൽ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങളോട് കൂടിയോ അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാതെയോ ആയിരിക്കുള്ളൂ വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ ഹൃദയാഘാതം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തമെത്താതിരിക്കുന്നത് മൂലം ഹൃദയധമനികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഹൃദയാഘാതം. അതുമാത്രമല്ല നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നവുമാണ് ഹൃദയാഘാതം. സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സാധാരണ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുവാനും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വഴി സാധിക്കും. മാത്രമല്ല സൈലൻറ്റ് അറ്റാക്കിന് നെഞ്ചിന് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നെഞ്ച് വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. പക്ഷേ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിന് ആ പറഞ്ഞ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഗ്യാസ് ട്രബിൾ വരുമ്പോഴുള്ള ഒരു നെഞ്ചിരിച്ചിൽ പോലെയൊക്കെയാണ് തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ച് നോക്കാം. നെഞ്ചിൽ അസ്വസ്ഥതയും ചെറിയ ഭാരവും ഉണ്ടാകുന്നത് സൈലൻറ്റ് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഗ്യാസ് കയറിയൊരവസ്ഥ, നെഞ്ചിരിച്ചിൽ ഇങ്ങനെയൊക്കെ കാണുന്നു എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അസഹ്യമായിട്ടുള്ള ക്ഷീണം, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യണം, ഒരു പണി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ക്ഷീണം തീരുന്നില്ല. എത്ര ഉറങ്ങിയാലും നിങ്ങളുടെ ക്ഷീണം തീരാതെ വരുന്നൊരവസ്ഥ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദഹനക്കേട്, ഉറക്കത്തിൽ വിയർത്തെഴുന്നേൽക്കുക, കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഉത്കണ്ഠ, കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ പേടി ഉണ്ടാക്കുന്നു, നെഞ്ചെടുപ്പ് കൂടുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഓക്കാനം, ഛർദി, ഇവയെല്ലാം തന്നെ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നെഞ്ചിനകത്ത് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ശ്വാസം മുട്ടലും ക്ഷീണവും ഉണ്ടാകുന്നൊരവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ വെറുതെ നടന്നിട്ട് പോലും ഉണ്ടാവില്ല, എന്നാൽ കൂടുതൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നൊരവസ്ഥ തോന്നിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് പൊതുവെ വ്യായാമം അധികം ചെയ്യുന്നില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് അല്ലാണ്ട് ചടഞ്ഞുകൂടിയിരിക്കുന്നവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, പുകവലിക്കുന്നവർക്ക്, പ്രായമായവർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടും ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വരാം. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത്. സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ദൈർഘ്യം ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈദ്യസഹായം നേടുക, നോക്കി നിൽക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരണവരെ ടാറ്റ.